പത്മ. ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത. ചക്രരാജ, ചക്രങ്ങളുടെ രാജ. രാജ എന്നാൽ ഇവിടെ രാജാവ് എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. പക്ഷെ ഇവിടെ ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ട് എടുക്കണ്ട. ഇവിടെ സുപ്രീം റൂളർ, അതായത് ഒരു സുപ്രീം ആയിട്ടുള്ള റൂളർ, ഗ്രേറ്റ്നെസ് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് പരമാധികാരി, സർവാധികാരി എന്നുള്ള അർത്ഥത്തിൽ വേണം എടുക്കാൻ. നമ്മൾ രാജയോഗം, രാജഗോപുരം എന്ന് പറയും. അപ്പൊ ഈ ഗോപുരത്തിന് രാജാവ് എന്നുള്ളൊരു ജെൻഡർ ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ആ ഉദ്ദേശത്തിലാണ് പറയുന്നത്. നമ്മൾ സോവറൈൻ എന്ന് പറയും, പരമാധികാരം. സോവറൈൻ എന്നാൽ പരമാധികാരമുള്ള, അല്ലെങ്കിൽ സ്വതന്ത്രമായ അധികാരമുള്ളത്, അല്ലെങ്കിൽ ഫലപ്രദമായ എന്നുള്ളൊരർത്ഥവുമുണ്ട്. അതായത് സ്വയം ഭരണാവകാശമുള്ള സ്റ്റേറ്റിനെയാണ് സോവറിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ സർവരോഗ സംഹാരി എന്ന് പറയും, സോവറിൻ റെമഡി. ആ അർത്ഥത്തിൽ എടുക്കുക. സ്വതന്ത്രമായ, ഫലപ്രദമായ, പരമാധികാരമുള്ള ചക്രം. അങ്ങനെയുള്ള ചക്രത്തിന്റെ രഥത്തിൽ, സഞ്ചാരപഥത്തിന്റെ രാജ്ഞിയായി വസിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ചക്രരാജ രഥ ആരൂഢ. അങ്ങനെയുള്ള രഥത്തിന്റെ മുകളിലിരിക്കുന്ന അമ്മ സർവായുധ പരിഷ്കൃത. സർവ ആയുധങ്ങളും, നമ്മൾ ഇതിനു മുൻപും ഇപ്പോഴും ഇനിയും പറയാൻ പോകുന്ന എന്തൊക്കെ ആയുധങ്ങളുണ്ടോ ആ ആയുധങ്ങൾ എല്ലാം ഫുള്ളി ആംഡ് ആണ്, എക്യുപ്ഡ് ആയിട്ടാണ് അമ്മ ഇരിക്കുന്നത്. ഒരു യുദ്ധത്തിനാണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ ഇവിടെ യുദ്ധത്തിനേക്കാൾ പ്രാധാന്യം എന്തെന്നാണ്? ഹർ റെഡിനെസ് ടു ഡിസ്ട്രോയ് ഒബ്സ്റ്റക്കിൾസ്. ഒരു ഉപാസകന്റെ, സാധകന്റെ, ഭക്തന്റെ സകല തടസ്സങ്ങളെയും ദുരിതങ്ങളെയും നീക്കം ചെയ്യാൻ, സർവശത്രുക്കളെയും സംഹരിച്ച് ആ ഭക്തനെ, ഉപാസകനെ സംരക്ഷിക്കാനാണ് ആയുധങ്ങൾ. അതുപോലെ തന്നെ ആ ഉപാസകനെ, ആൺപൺ വ്യത്യാസമില്ലാത്ത ഉപാസകനെ ഗൈഡ് ഡിവോട്ടീസ് ടു എൻലൈറ്റൻമെന്റ്, ബോധതലത്തിലേക്ക് എത്തിക്കാനും കൂടിയാണ് ഈ ആയുധങ്ങൾ. അതുകൊണ്ടാണ് സർവായുധ പരിഷ്കൃത ഗേയ ചക്രരഥാരൂഢ മന്ത്രിണി പരിസേവിത. ഗേയചക്രം, ഗേയമെന്നാൽ ഗായത്രി എന്നുള്ള അർത്ഥവുമായിട്ട് ചേരാം. ഗായത്രി എന്നാൽ ഗായന്തേ ഇതി ഗായത്രി, അതായത് ഗാനാലാപനമാണ്. അപ്പോൾ ഇവിടെ അമ്മയുടെ ഈ ചക്രത്തിൽ ഗാനങ്ങളുടെ, മന്ത്രങ്ങളുടെ, ഉപാസനകളുടെ തീവ്രതയെ കുറിച്ചാണ് പറയേണ്ടത്. അങ്ങനെയുള്ള മന്ത്രങ്ങളാൽ ഉപാസന ചെയ്യുന്ന അമ്മയുടെ ചക്രമായ ഇവിടെ മാതംഗീ ദേവി, ശ്യാമളാ ദേവിയെ കുറിച്ചാണ് പറയുന്നത്. അമ്മയുടെ മന്ത്രിണി. ആ മന്ത്രിണി ഈ സമയത്ത് ഈ ചക്രത്തെ ഉദ്ധരിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതായത് രാഗതാള ലയങ്ങളും അതിനേക്കാൾ ആഴത്തിലുള്ള നമ്മളുടെ ഉൾത്തുടിപ്പ്, ഹൃദയത്തുടിപ്പിന്റെ ശബ്ദത്തിലൂടെ മാതംഗീ ദേവി, ശ്യാമളാദേവി അമ്മയുടെ മന്ത്രിണി രൂപമായി നമ്മളെ മുന്നോട്ട് നയിക്കുന്നു ഈ സമയത്ത്. അതാണ് ഈ വരികൾ. അതായത് ഒരു ഗാനം, ഒരു മൂളൽ, മന്ത്രത്തിന്റെ ഒരു സ്വരം, ഒരു ന്യാസം, ഇവയെല്ലാം അമ്മ തന്നെയാണ്. ഇതിനേക്കാൾ ഏറെ പ്രധാനം നമ്മളുടെ ഹൃദയത്തുടിപ്പിൽ നമ്മളുടെ ഇന്റൻഷൻസ്, നമ്മളുടെ വിചാര വികാരങ്ങളെല്ലാം അമ്മയിലേക്കായിരിക്കണം. ദുഷ്ട് ചിന്തിച്ചുകൊണ്ടാവരുത്, കുറവുകൾ ചിന്തിച്ചുകൊണ്ടാവരുത്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് സർവചക്രങ്ങളിലും അമ്മയുണ്ട്. പ്രത്യേകിച്ച് ഈ ചക്രത്തിൽ അമ്മയുടെ മന്ത്രിണി രൂപമായ മാതംഗീ ദേവിയാണ് നമ്മൾ ശ്യാമളാ ദണ്ഡകം എന്ന് പറയുന്ന അവിടെ. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണി പരിസേവിത. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.